കേരളം കാത്തിരുന്ന ആ വിധി വന്നു. സ്വന്തം കാമുകനെ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി വിഷക്കായം കുടിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് ഒടുവിൽ തൂക്കുകയറ് തന്നെ കോടതി വിധിച്ചിരിക്കുന്നു. കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും ആഗ്രഹിച്ചിരുന്നത് ഈ വിധി തന്നെയാണ്. പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി ആയിരുന്നിട്ട് പോലും മനസാക്ഷിയുള്ള മനുഷ്യരെല്ലാം തക്കതായ ശിക്ഷ തന്നെ ഈ പെൺകുട്ടിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അത് തന്നെ ഒടുവിൽ കോടതി ഇന്ന് വിധിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പാറശാല മുരിയങ്കര JP ഹൗസിൽ ഷാരോൺ രാജ് എന്ന 23-കാരനെയാണ് ഈ പെൺകുട്ടി വിഷക്കായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മ എന്നു പേരുള്ള ഈ 24-കാരിക്ക് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് ഇന്ന് വധശിക്ഷ വിധിച്ചത്. 48 സാഹചര്യ തെളിവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് ചൂണ്ടിക്കാട്ടിയുമാണ് കോടതി ഈ പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. സമർത്ഥമായ കൊലപാതകമാണ് ഗ്രീഷ്മ നടത്തിയത്. ആന്തരികാവയവങ്ങൾ അഴുകിയാണ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. അതെല്ലാം കോടതി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരമാവധി ശിക്ഷയ്ക്ക് വിധി നൽകിയത്. 48 സാഹചര്യ തെളിവുകൾ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകാതിരിക്കാൻ പര്യാപ്തമാണ് എന്ന് തന്നെ കോടതി ചൂണ്ടിക്കാട്ടി. ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം കേസ് അന്വേഷണത്തിനെ വഴിതിരിച്ചു വിടാനാണ് എന്നും കോടതി കണ്ടെത്തി. ഘട്ടം ഘട്ടമായിട്ടാണ് കൊലപാതകം നടത്താൻ ഗ്രീഷ്മ എന്ന പ്രതി ശ്രമിച്ചത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ഗ്രീഷ്മ എന്നും കോടതി അവലോകനം ചെയ്തു. ജ്യൂസ് ചാലഞ്ച് നടത്തി ആണ് അതിന് തെളിവ് കോടതിക്ക് ലഭിച്ചതും. നേരത്തെയും ഗ്രീഷ്മ വധശ്രമം നടത്തിയിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഈ കേസിൽ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ എല്ലാ കൗശലവും ഗ്രീഷ്മ പ്രയോഗിച്ചു. പക്ഷേ അതൊന്നും വിജയകരമായില്ല എന്നാണ് വിധി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിയുടെ പ്രായം മാത്രം നോക്കി ശിക്ഷയ്ക്ക് ഇളവ് നൽകാൻ കഴിയില്ലെന്ന് തന്നെ കോടതി അസന്നിഗ്ധമായി പറഞ്ഞു. ഒരു പ്രകോപനമില്ലാതെയാണ് ഈ കൊലപാതകം ആ കുട്ടി നടത്തിയത്. എന്നിട്ടും അവസാനം വരെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു. 11 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ആകാതെ ആശുപത്രിയിൽ ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഈ ഷാരോൺ എന്ന ചെറുപ്പക്കാരൻ മരിച്ചത്. ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചു എന്നുള്ള ആക്ഷേപത്തിനും തെളിവില്ല എന്ന് കോടതി കണ്ടെത്തി. ഈ സെക്സിന് വേണ്ടിയാണ് ഷാരോണിന് ഈ ഗ്രീഷ്മ ആ ദിവസം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വിശ്വാസവഞ്ചന ആണ് ആ കുട്ടി കാണിച്ചത്. മരണക്കിടക്കയിൽ ആയിരിക്കുമ്പോൾ പോലും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയ ഒരു പ്രധാന കാര്യം. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ചു എന്നാണ് ഷാരോണിൻ്റെ പിന്നീടുള്ള കിടക്കയിൽ നിന്നുള്ള മരണമൊഴിയിൽ നിന്ന് പോലും കോടതി കണ്ടെത്തി ചൂണ്ടിക്കാണിച്ചത്. ഈ ലവ് അഫെയർ തുടരുമ്പോഴും ഷാരോണിനെ കൊല്ലാൻ പലവട്ടം ഗ്രീഷ്മ ശ്രമിച്ചു. ഒരു ക്രിമിനൽ മൈൻഡാണ് ഈ കുട്ടിക്കുള്ളത് എന്നുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അപ്പാടെ അംഗീകരിക്കുകയായിരുന്നു. വിധിക്ക് 586 പേജുണ്ട്. ഈ കേസ് അന്വേഷിച്ച പോലീസിനെയും നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി അഭിനന്ദിച്ചു. കോടതിക്കുള്ളിൽ ഈ പെൺകുട്ടി കരയുകയായിരുന്നു. വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് തന്നെ കോടതി ജഡ്ജി ഷാരോണിൻ്റെ കുടുംബാംഗങ്ങളെ സ്വന്തം ചേംബറിലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ തൻ്റെ മക്കൾക്ക് സംഭവിച്ച ദാരുണമായ മരണത്തിനെക്കുറിച്ച് പറഞ്ഞത്. ഇതിൽ ഗ്രീഷ്മയുടെ അമ്മാവനും 3-ാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർ കുറ്റക്കാരനാണെന്നും സെഷൻസ് കോടതി വിധിക്കുകയുണ്ടായി. കോടതിയിൽ കേസ് വാദം നടക്കുമ്പോൾ
എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവസാന ദിവസം കോടതി ചോദിച്ചപ്പോൾ ഗ്രീഷ്മ പറഞ്ഞത്, പഠിക്കണം, 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, MA ലിറ്ററേച്ചറിന് ഏറ്റവും ഉന്നതമായ മാർക്ക് ലഭിച്ചിരുന്നു, ഏക മകളാണ്, പരമാവധി ഇളവ് നൽകണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഒരു കത്തും നൽകുകയുണ്ടായി, ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കി. പക്ഷേ കോടതി ഇതൊന്നും തന്നെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അതിനേക്കാൾ ക്രൂരമായ ഒരു കുറ്റമാണ് ഗ്രീഷ്മ ചെയ്തത്. ഇത് ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞത് ചെകുത്താൻ്റെ സ്വഭാവമുള്ള പെൺകുട്ടി എന്നാണ്. ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാർ നൽകിയ മൊഴിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചതും കോടതി അത് അംഗീകരിച്ചതും. ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ കാമുകന്മാരെ പ്രണയം നടിച്ച് വശീകരിക്കുകയും അത്യാവശ്യത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും പിന്നീട് ഒരു നല്ല വൈവാഹിക ബന്ധം വരുമ്പോൾ കാമുകനെ നിഷ്കരണം ഉപേക്ഷിക്കുകയോ കൊലപ്പെടുത്താൻ തന്നെ തുനിയുകയോ ചെയ്ത അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ കോടതി വിധി പെൺകുട്ടികളുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്നാണ് ന്യൂസ് പ്ലസിന് പറയാനുള്ളത്.